Hi dears, welcome to my YouTube channel Social Science Learning Corner Plus 1 എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് എക്കണോമിക് റീഫോംസ് സിൻസ് 1991, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ന്യൂ എക്കണോമിക് പോളിസിയെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ന്യൂ എക്കണോമിക് പോളിസിയുടെ രണ്ട് ഭാഗങ്ങളാണ് എന്തൊക്കെ, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സും അതുപോലെ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സും. 2 dimensions of new economic policy are stabilization measures and structural reform measures. രണ്ടും എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് സുസ്ഥിരമാക്കൽ നടപടികൾ, അതായത് പെട്ടെന്നുണ്ടായ വിലക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാനുള്ള മാർഗം, അതാണ് എന്ത്, സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്. സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ് അത് ഷോർട്ട് ടേം, അതായത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ഷോർട്ട് ടേം ആണ്, സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ് ലോങ് ടേം ആണ്. ഘടനാപരമായ പരിഷ്കാരങ്ങൾ, അതാണ് സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ്. ഈ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സിൻ്റെ ഭാഗമായി ഗവൺമെൻറ് തുടങ്ങി വന്ന നയങ്ങളാണ് ഏതൊക്കെ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സിൻ്റെ ഭാഗമായി ഗവൺമെൻറ് തുടങ്ങി വന്ന നയങ്ങളാണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഈ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സിൻ്റെ ഭാഗമായി ഗവൺമെൻറ് തുടങ്ങി വന്ന 3 നയങ്ങളിൽ ഒന്നാണ് ഏത്, ലിബറലൈസേഷൻ. എന്താണ് ലിബറലൈസേഷൻ? ഉദാരവൽക്കരണം അല്ലേ. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാരവൽക്കരണം. എന്താണ് ഇവിടെ ഉദാരവൽക്കരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക നമുക്ക് നോക്കാം. ലിബറലൈസേഷൻ മീൻസ് ടു ഫ്രീ ദി ഇക്കോണമി ഫ്രം ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. ലിബറലൈസേഷൻ മീൻസ് ടു ഫ്രീ ദി ഇക്കോണമി. ആ വേർഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ലിബറലൈസേഷൻ മീൻസ് ടു ഫ്രീ ദി ഇക്കോണമി ഫ്രം ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് മീൻസ് ടു റിമൂവ് ദി ട്രേഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. എന്താണ് ഇവിടെ ലിബറലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും നയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതുവരെ അല്ലേ. 1950 മുതൽ 90 വരെയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട് 2ാമത്തെ ചാപ്റ്ററിൽ. അപ്പോൾ അതിലൊരുപാട് പോളിസീസ് വന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന നിയമങ്ങളും അതുപോലെ തന്നെ നയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ള നിയമങ്ങളും നയങ്ങളും ഒക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. വികസനത്തെ അല്ലെങ്കിൽ വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ നയങ്ങളെയെല്ലാം എന്ത് ചെയ്യണം, നീക്കം ചെയ്യണം. ഈ നയങ്ങളെയെല്ലാം നീക്കം ചെയ്ത് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് എന്ത്, ഉദാരവൽക്കരണം. ഓരോ സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓരോ സെക്ടേഴ്സിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഓരോരോ പോളിസീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നയങ്ങളും നിയമങ്ങളും ഒക്കെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ധാരാളം നിയമങ്ങളും നയങ്ങളും ഒക്കെ നിലവിലുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, അങ്ങനെയുള്ള നിയമങ്ങളും നയങ്ങളും ഒക്കെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് ഒരു തടസ്സമായി മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ നയങ്ങളെയെല്ലാം നീക്കം ചെയ്ത് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ തുറന്നു കൊടുക്കുന്നതാണ് എന്ത്, ഉദാരവൽക്കരണം. ഇറ്റ് മീൻസ് ടു റിമൂവ് ദി ട്രേഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. നമുക്കറിയാം വ്യാപാരങ്ങളുടെ മേലെയും ഒരുപാട് നിയമങ്ങളും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നീക്കം ചെയ്യണം. അതിനെയാണ് എന്ത് പറയുന്നത്, ഉദാരവൽക്കരണം. ഉദാരവൽക്കരണം, ലിബറലൈസേഷൻ മീൻസ് ടു ഫ്രീ ദി ഇക്കോണമി ഫ്രം ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഓൺ എക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് മീൻസ് ടു റിമൂവ് ദി ട്രേഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. വ്യാപാര നയങ്ങളും അതുപോലെ നിയന്ത്രണങ്ങളും ഒക്കെ നീക്കം ചെയ്യുക. അതാണ് എന്ത് ഉദ്ദേശിക്കുന്നത്, ലിബറലൈസേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഓരോ സെക്ടേഴ്സിലും ഒരുപാട് പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പൊതുമേഖലയെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് ഗവൺമെൻറ്. 1950, 90കളിൽ വന്ന ഓരോ പോളിസീസും എന്തിനു വേണ്ടിയുള്ളതായിരുന്നു, സ്വകാര്യ മേഖലയെ നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട്, ഒട്ടും സ്വകാര്യ മേഖലയ്ക്ക് ഒരു മേഖലയിലും സ്വാധീനമില്ല എന്നുള്ളതല്ല, പല മേഖലകളിലും സ്വകാര്യ മേഖലയ്ക്ക് പല വ്യവസായങ്ങളും ഒക്കെ ചെയ്യാനുള്ളതുണ്ടായിരുന്നു. പക്ഷേ പൊതുമേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. പൊതുമേഖലയെ സംരക്ഷിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയെ നിയന്ത്രിച്ചു നിർത്തുന്ന ഒരു രീതിയായിരുന്നു അതുവരെ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ ഓരോ മേഖലയിലും എന്തൊക്കെ മാറ്റങ്ങൾ, അതായത് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സെക്ടേഴ്സിലും എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞു എന്താണ് ഉദാരവൽക്കരണത്തിൽ ഉദ്ദേശിക്കുന്നത്? വ്യാപാരങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നീക്കം ചെയ്യുക എന്നതാണ് ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷനിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഓരോ മേഖലയിലും ഉദാരവൽക്കരണം, ഓരോ മേഖലയിലെയും ഉദാരവൽക്കരണം. 1991 പരിഷ്കാരങ്ങൾ, ഒരുപാട് നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തുകൊണ്ടുള്ളതാണ്. 1991 പരിഷ്കാരങ്ങൾ ഒരുപാട് നിയന്ത്രണങ്ങൾ, ഇങ്ങനെ മുമ്പ് ഉണ്ടായിരുന്ന ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നീക്കം ചെയ്തുകൊണ്ടാണ് വന്നത്. ഒരുപാട് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ നീക്കം ചെയ്തു. ന്യൂ എക്കണോമിക് പോളിസി 1991 ന്യൂ എക്കണോമിക് പോളിസി ഒരുപാട് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, deregulation of industrial sector. Deregulation of industrial sector. Second point, liberalization in financial sector. Liberalization in financial sector. Third point, taxation. Third point, taxation. Fourth, foreign exchange reforms. Fourth, foreign exchange reforms. And fifth, trade and investment policy reforms. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്. എന്തൊക്കെയാണ് വരുത്തിയ മാറ്റങ്ങൾ? എന്തൊക്കെയാണ്, ഏതൊക്കെ മേഖലകളിലാണ്? ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ, ലിബറലൈസേഷൻ ഇൻ ഫൈനാൻഷ്യൽ സെക്ടർ, ടാക്സേഷൻ, ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ് ആൻഡ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്. ഈ ഓരോന്നിലും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ. Then reform policies of 1991 removed many restrictions. 1991 പരിഷ്കാരങ്ങൾ ഒരുപാട് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം എന്താണ്? ലൈസൻസിങ് സിസ്റ്റം വാസ് എബോളിഷ്ഡ്. ലൈസൻസിങ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് വ്യവസായം തുടങ്ങണമെങ്കിലും എന്ത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും എന്തിനും ഏതിനും ലൈസൻസ് വേണമായിരുന്നു, അനുമതി പത്രം വേണമായിരുന്നു. അത് കിട്ടിയെങ്കിൽ മാത്രമേ എന്തും തുടങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് നിരോധിച്ചു. പക്ഷേ എക്സെപ്റ്റ് ആൽക്കഹോൾ, സിഗരറ്റ്സ്, ഹസാർഡസ് കെമിക്കൽസ് എക്സെട്ര. പക്ഷെ അത് ചില കാര്യങ്ങൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അപകടകരമായിട്ടുള്ള രീതിയിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്ത് കൊണ്ടുള്ള വ്യവസായങ്ങൾ, സിഗരറ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെ ആൽക്കഹോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ലൈസൻസ് എന്തായാലും വേണം. അതൊക്കെ കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലൈസൻസ് കൂടിയേ തീരൂ. അല്ലാതെ എന്തിനും ഏതിനും ലൈസൻസ് വേണം എന്നുള്ള ആ ഒരു സിസ്റ്റം ഒഴിവാക്കിയിട്ടുണ്ട്. ലൈസൻസിങ് സിസ്റ്റം വാസ് എബോളിഷ്ഡ് എക്സെപ്റ്റ് ആൽക്കഹോൾ, സിഗരറ്റ്സ്, ഹസാർഡസ് കെമിക്കൽസ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. റിസർവേഷൻ ഫോർ പബ്ലിക് സെക്ടർ വാസ് മിനിമൈസ്ഡ് ഫോർ ഡിഫൻസ് എക്യുപ്മെൻറ്റ്, അറ്റോമിക് എനർജി ജനറേഷൻ ആൻഡ് റെയിൽവേ ട്രാൻസ്പോർട്ട്. പല കാര്യങ്ങളും പല മേഖലകളും സ്വകാര്യ മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പൊതുമേഖലകൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വകാര്യ മേഖലകൾക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത രീതിയിൽ പൊതുമേഖലകൾക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുമേഖലകൾ അവരുടെ കുത്തകയാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള ചില മേഖലകളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള റിസർവേഷൻ കൊണ്ട് തന്നെ എന്താണ്, റിസർവേഷൻ ഫോർ പബ്ലിക് സെക്ടർ വാസ് മിനിമൈസ്ഡ്. അങ്ങനെയുള്ള റിസർവേഷൻ അവിടെ ഉണ്ടാവുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാൻ വേണ്ടി പറ്റുന്നില്ല. എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്വകാര്യ മേഖല ഉണ്ടാവാം. അപ്പോൾ അതിനെ അവിടെ അവരുടെ കഴിവ് തെളിയിക്കാനും അതുപോലെ നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യവും ഒന്നും അവർക്ക് കിട്ടുന്നില്ല. അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിക്കലി ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്വകാര്യ മേഖലയ്ക്ക് അങ്ങോട്ട് കടന്നു ചെല്ലണമെങ്കിൽ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. Then reservation for public sector was minimized for defense equipment, atomic energy generation and railway transport. അപ്പോൾ ആ ഒരു റിസർവേഷൻ അങ്ങനെ പല മേഖലകളിലുമുള്ള റിസർവേഷൻ നീക്കം ചെയ്തു അല്ലെങ്കിൽ അത് കുറച്ചു കൊണ്ടുവന്നു. വളരെ
പരിമിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം, അതായത് ഡിഫൻസ് എക്യുപ്മെൻറ്റ്, അറ്റോമിക് എനർജി ജനറേഷൻ, റെയിൽവേ ട്രാൻസ്പോർട്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമായിട്ട് ഈ ഒരു സംവരണം എന്നുള്ളത് അത് കുറച്ച് കൊണ്ടുവന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്? ഡീറിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഡീറിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്താണ്? ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമായിട്ടും പല കാര്യങ്ങളും സംവരണം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു റിസർവേഷനും എന്ത് ചെയ്തു? നീക്കം ചെയ്തു, ഡീറിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ്, മാർക്കറ്റ് അലൗഡ് ടു ഡിറ്റർമൈൻ പ്രൈസസ്. വിലയുടെ കാര്യത്തിൽ പണ്ട് തീരുമാനമെടുത്തിരുന്നത് ആരായിരുന്നു? സർക്കാരായിരുന്നു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യകാലങ്ങളിൽ. അത് മാറ്റി എന്തായി? വില നിയന്ത്രിക്കാനുള്ള അവകാശം മാർക്കറ്റിന് വിട്ടുകൊടുത്തു. പണ്ട് സർക്കാരായിരുന്നു വിലയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ അവകാശം ആർക്ക് വിട്ടുകൊടുത്തു? മാർക്കറ്റിന് വിട്ടുകൊടുത്തു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമെൻമെൻറ്റ് ഓഫ് MRTP ആൻഡ് ഫെറ. അമെൻമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭേദഗതി വരുത്തുക. MRTP അതുപോലെ ഫെറ ഇതിലൊക്കെ ഭേദഗതി വരുത്തി. എന്താണ് MRTP? മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, അതാണ് MRTP. എന്താണ് ഫെറ? ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അല്ലേ. ഇതിലൊക്കെ ഭേദഗതി വരുത്തി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വരുന്നത്. അപ്പോൾ പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം, കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡീറെഗുലേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ സെക്ടർ, റീഫോം പോളിസീസ് ഓഫ് 1991 റിമൂവ്ഡ് മെനി റെസ്ട്രിക്ഷൻസ്. എന്തൊക്കെയാണ് റിമൂവ് ചെയ്തിട്ടുള്ള റെസ്ട്രിക്ഷൻസ് നോക്കാം. ലൈസൻസിങ് സിസ്റ്റം വാസ് എബോളിഷ്ഡ് എക്സെപ്റ്റ് ആൽക്കഹോൾ, സിഗരറ്റ്സ്, ഹസാർഡസ് കെമിക്കൽസ് എക്സെട്ര. Reservation for public sector was minimized for defense equipment, atomic energy generation and railway transport. Dereservation of goods for small scale industries, market allowed to determine prices and amendment of MRTP and FERA. Next point നോക്കാം. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ലിബറലൈസേഷൻ ഇൻ ഫിനാൻഷ്യൽ സെക്ടർ. ലിബറലൈസേഷൻ ഇൻ ഫിനാൻഷ്യൽ സെക്ടർ എന്തൊക്കെയാണ് അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം, പരിഷ്കാരങ്ങൾ നോക്കാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഇന്ത്യൻ ആസ് വെൽ ആസ് ഫോറിൻ. സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിച്ചു. സ്വകാര്യ ബാങ്കുകളുടെ സ്ഥാപനമായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം. ഇന്ത്യനും അതുപോലെ വിദേശ ബാങ്കും ഒക്കെ സ്വകാര്യ ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് എന്തായിരുന്നു? Reduce the role of RBI from regulator to facilitator of financial sector. നമുക്കറിയാം ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സെക്ടറിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? RBI ആയിരുന്നു. അതായത് ബാങ്ക്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ മുഴുവനും നിയന്ത്രിച്ചിരുന്നത് RBI ആയിരുന്നു. അപ്പോൾ അതായത് ഈ RBIൻ്റെ റോള് കുറച്ചു. RBI ഒരു നിയന്ത്രകനായിരുന്നു, കൺട്രോൾ ചെയ്തിരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത് RBI ആയിരുന്നു. അപ്പോൾ ആ ഒരു നിയന്ത്രകൻ എന്നതിൽ നിന്നും RBI എന്താക്കി മാറ്റി? ഒരു സഹായകൻ എന്ന രീതിയിലോട്ട് മാറ്റി. റെഡ്യൂസ് ദി റോൾ ഓഫ് RBI ഫ്രം റെഗുലേറ്റർ ടു ഫെസിലിറ്റേറ്റർ ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ. അതായത് ധനകാര്യ മേഖലയ്ക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാം. ധനകാര്യ മേഖലയ്ക്ക് ഇനി സ്വതന്ത്രമായി തീരുമാനമെടുക്കാം എന്നുള്ളൊരവസ്ഥയായി. കാരണം അതുവരെ ഫിനാൻഷ്യൽ സെക്ടറിനെ പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? RBI ആയിരുന്നു. ആ നിയന്ത്രകൻ എന്നുള്ളൊരവസ്ഥയിൽ നിന്നും RBIയുടെ റോള് എങ്ങനെ കുറച്ചു കൊണ്ടുവന്നു? സഹായകൻ എന്നുള്ള രീതിയിലോട്ടാക്കി മാറ്റി. റെഡ്യൂസ് ദി റോൾ ഓഫ് RBI ഫ്രം റെഗുലേറ്റർ ടു ഫെസിലിറ്റേറ്റർ ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ. നെക്സ്റ്റ് എന്താണ് മാറ്റം വന്നത്? ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FII are allowed to invest in Indian financial market. Foreign institutional investors are allowed to invest in Indian financial markets. അതായത് വിദേശ നിക്ഷേപകരായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാനുള്ള അനുമതി നൽകി. വിദേശ നിക്ഷേപകരായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ മൂലധന വിപണിയിൽ നിക്ഷേപിക്കാൻ അനുമതി നൽകി. അതും ഒരു പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരം ആയിരുന്നു. പിന്നീട് എന്താണ്? ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബാങ്ക്സ് വാസ് റേസ്ഡ് ടു അറൗണ്ട് 50%. വിദേശ നിക്ഷേപ പരിധി എന്ന് പറയുന്നത് 50% ഉയർത്തി. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബാങ്ക്സ് വാസ് റേസ്ഡ് ടു അറൗണ്ട്
50%. വിദേശ നിക്ഷേപ പരിധി എന്ന് പറയുന്നത് 50% ഉയർത്തി. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വന്നിട്ടുള്ളത്? ലിബറലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ കാര്യത്തിൽ വന്നിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ഒന്നുകൂടി നോക്കാം. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലിബറലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ സെക്ടർ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഇന്ത്യൻ ആസ് വെൽ ആസ് ഫോറിൻ. Reduce the role of RBI from regulator to facilitator of financial sector. Foreign institutional investors are now allowed to invest in Indian financial markets, and foreign investment in banks was raised to around 50%. അപ്പോൾ reforms in the government's taxation and public expenditure policies. എന്താണ് ഇവിടെ വന്ന പരിഷ്കാരം? സർക്കാരിൻ്റെ നികുതി വ്യവസ്ഥ, പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഈ നികുതി പരിഷ്കാരം. ഇതിനെ ഒന്നിച്ച്, അതായത് ഈ നയങ്ങളെ ഒരുമിച്ച് പറയുന്നതാണെന്ത്? ധനനയം അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസി. റിഫോംസ് ഇൻ ദി ഗവൺമെൻറ്റ്സ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസീസ്. സർക്കാരിൻ്റെ നികുതി വ്യവസ്ഥ അതുപോലെ തന്നെ പൊതുചെലവ് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഇവിടുത്തെ ഈ നികുതി പരിഷ്കാരങ്ങൾ. ഈ നയങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണെന്ത്? ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയം. എന്താണ് ഫിസ്ക്കൽ പോളിസി? സ്പെൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് ടാക്സ് പോളിസീസ് ഗവൺമെൻറ് യൂസസ് ടു ഗൈഡ് ദി ഇക്കോണമി. സ്പെൻഡിങ് പ്രോഗ്രാംസ് ആൻഡ് ടാക്സ് പോളിസീസ് ഗവൺമെൻറ് യൂസസ് ടു ഗൈഡ് ദി ഇക്കോണമി. ഇപ്പോൾ സർക്കാരിൻ്റെ നികുതി വ്യവസ്ഥയിലും അതുപോലെ തന്നെ പൊതുചെലവിലും ഒക്കെ വന്നിട്ടുള്ള നികുതി പരിഷ്കാരങ്ങൾ. Then there are 2 types of taxes. കേട്ടിട്ടുണ്ടാവും മിക്കവാറും, ഡയറക്റ്റ് ടാക്സസും ഇൻഡയറക്റ്റ് ടാക്സസും അല്ലേ? There are 2 types of taxes, direct taxes and indirect taxes. Then direct taxes and indirect taxes. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. എന്താണ് ഡയറക്റ്റ് ടാക്സസ്? ഡയറക്റ്റ് ടാക്സസ് ആർ ടാക്സസ് പെയ്ഡ് ഡയറക്ട്ലി ടു ദി ഗവൺമെന്റ് ബൈ ഹൂം ദി ടാക്സ് ഈസ് ഇമ്പോസ്ഡ്. ആരുടെ മേലാണോ നികുതി ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി നേരിട്ട് ഗവൺമെന്റിന് നൽകുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. ഉദാഹരണം ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ് ഒക്കെ. അപ്പോൾ ഒരു ധാരണ ഉണ്ടായിരുന്നത് നികുതി വർധനവ് കൊണ്ടാണ് നികുതി വെട്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നികുതി കുറച്ചു കഴിഞ്ഞാൽ വെട്ടിക്കാനൊന്നും ശ്രമിക്കില്ല, കൃത്യമായ രീതിയിൽ കൊടുക്കും എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് നികുതി കുറക്കാൻ വേണ്ടി തുടങ്ങിയത്. അങ്ങനെ നികുതികളൊക്കെ ഓരോന്നായിട്ട് കുറക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഡയറക്റ്റ് ടാക്സ് കുറച്ചു. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്? സാധനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ് ഇൻഡയറക്റ്റ് ടാക്സ് അല്ലേ? അപ്പോൾ ഇത് കുറക്കുന്നതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സാധനങ്ങളുടെ പൊതുവായ ഒരു ദേശീയ കമ്പോളം സ്ഥാപിക്കുക. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ബട്ട് പെയ്ഡ് ബൈ അനദർ ഇൻഡിവിജ്വൽ. എക്സാമ്പിൾ എന്തൊക്കെയാണ്? സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി. എക്സൈസ് ഡ്യൂട്ടി എന്താണ്? ഒരു രാജ്യത്തിനുള്ളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന നികുതിയാണ് ഏത്? എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ടാക്സസും ഇൻഡയറക്റ്റ് ടാക്സസും? ഡയറക്റ്റ് ടാക്സസ് ആർ ടാക്സസ് പെയ്ഡ് ഡയറക്ട്ലി ടു ദി ഗവൺമെന്റ് ബൈ ഹൂം ദി ടാക്സ് ഈസ് ഇമ്പോസ്ഡ്. എക്സാമ്പിൾ ഇൻകം ടാക്സ് ആൻഡ് വെൽത്ത് ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ടാക്സസ് ഇമ്പോസ്ഡ് ഓൺ ആൻ ഇൻഡിവിജ്വൽ ബട്ട് പെയ്ഡ് ബൈ അനദർ ഇൻഡിവിജ്വൽ. എക്സാമ്പിൾ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ടാക്സുകൾ കുറച്ചു? റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് കുറച്ചു. റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ്, റിഡക്ഷൻ ഇൻ കോർപ്പറേഷൻ ടാക്സ്, കമ്പനി നികുതി കുറച്ചു. റിഡക്ഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി, റിഡക്ഷൻ ഇൻ കസ്റ്റംസ് ഡ്യൂട്ടി. അതുപോലെ നമുക്കറിയാം 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇതും ഒരു പരിഷ്കാരമാണ് അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? റിഡക്ഷൻ ഇൻ ഇൻകം ടാക്സ്, റിഡക്ഷൻ ഇൻ കോർപ്പറേഷൻ ടാക്സ്, റിഡക്ഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി, റിഡക്ഷൻ ഇൻ കസ്റ്റംസ് ഡ്യൂട്ടി ആൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് GST ഇൻ 2017. ഇത്രയും കാര്യങ്ങളാണ് ടാക്സേഷൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്. ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്. In 1991, rupee was devalued. എന്താണ് devaluation? In 1991, rupee was devalued. Devaluation means reduction of a currency's value in relation to other currencies. Reduction of a currency's value in relation to other currencies. അതായത് വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്?
BOP ക്രൈസിസിനെ കുറിച്ച്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് വന്നപ്പോൾ അതിന് പെട്ടെന്നൊരു പരിഹാരം കാണാൻ വേണ്ടിയാണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചത്. BOP ക്രൈസിസിന് പെട്ടെന്ന് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചത്, ഡിവാല്യൂ ചെയ്തത്. എന്താണ് ഡിവാല്യൂഷൻ? റിഡക്ഷൻ ഓഫ് എ കറൻസീസ് വാല്യൂ ഇൻ റിലേഷൻ ടു അതർ കറൻസീസ്. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ, അതായത് വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചപ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഫലം? ദിസ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചപ്പോൾ വിദേശ നാണ്യം കൂടുതലായിട്ട് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. വിദേശ നാണ്യം കൂടുതൽ ഇന്ത്യയിലേക്ക് വന്നു ഇതിൻ്റെ ഫലമായിട്ട്. അതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു റീഫോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? മാർക്കറ്റ്സ് ഡിറ്റർമൈൻ ദി എക്സ്ചേഞ്ച് റേറ്റ്സ് ബേസ്ഡ് ഓൺ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. മാർക്കറ്റ്സ് ഡിറ്റർമൈൻ ദി എക്സ്ചേഞ്ച് റേറ്റ്സ് ബേസ്ഡ് ഓൺ ദി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. എന്താണ്? ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണ്യത്തിൻ്റെ ഡിമാൻഡിനെയും സപ്ലൈയെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് എന്തിനെ ആശ്രയിച്ചാണ് തീരുമാനിച്ചിരുന്നത്? വിദേശ നാണ്യത്തിൻ്റെ ഡിമാൻഡിനെയും സപ്ലൈയെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ വേണ്ടി തുടങ്ങി. ഇതും ഒരു പ്രധാനപ്പെട്ട പരിഷ്കാരമാണ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്? In 1991, റുപ്പി വാസ് ഡിവാല്യൂഡ്. വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു. എന്താണ് ഡിവാലുവേഷൻ? റിഡക്ഷൻ ഓഫ് എ കറൻസീസ് വാല്യൂ ഇൻ റിലേഷൻ ടു അതർ കറൻസീസ്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത്? BOP ക്രൈസിസിന് പെട്ടെന്ന് പരിഹാരം കാണാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ, അതായത് ഡിവാലുവേഷൻ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദിസ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദി ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ദെൻ markets determine the exchange rates based on the demand and supply of foreign exchange. ഇത്രയുമാണ് ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണ്? ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ എന്താണ്? വ്യാപാരത്തിൻ്റെ കാര്യത്തിലും നിക്ഷേപത്തിൻ്റെ കാര്യത്തിലുമുള്ള ഉദാരവൽക്കരണം. ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിബറലൈസേഷൻ ഉദാരവൽക്കരണം. അപ്പോൾ വ്യാപാരത്തിൻ്റെ കാര്യത്തിലും നിക്ഷേപത്തിൻ്റെ കാര്യത്തിലുമുള്ള ഉദാരവൽക്കരണം. അതിൽ നമ്മൾ പഠിച്ച കാര്യമായിരുന്നു എന്ത്? താരിഫ് റേറ്റ് വാസ് റെഡ്യൂസ്ഡ്. ഇറക്കുമതി ചുങ്കത്തിൻ്റെ നിരക്ക് കുറച്ചു. താരിഫ് എന്താണെന്ന്, ക്വാട്ട എന്താണെന്ന് ഒക്കെ പഠിച്ചിട്ടുണ്ട്, വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. താരിഫ് റേറ്റ് കുറച്ചു, അതായത് ഇറക്കുമതി ചുങ്കത്തിൻ്റെ നിരക്ക് കുറച്ചു. താരിഫ് റേറ്റ് വാസ് റെഡ്യൂസ്ഡ്. അതുപോലെ തന്നെ ക്വാട്ട സിസ്റ്റം വാസ് റിമൂവ്ഡ്. എന്തായിരുന്നു ക്വാട്ട? താരിഫ് എന്തായിരുന്നു? ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു ഏത്? താരിഫ് അല്ലേ? അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ മേൽ നികുതി ചുമത്തുമ്പോൾ ആ വസ്തുക്കളുടെ വില വർദ്ധിക്കുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ആൾക്കാർ മടിക്കും, അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ താരിഫ്, ഇറക്കുമതി ചുങ്കത്തിൻ്റെ നിരക്ക് കുറച്ചു. അതായത് ഇറക്കുമതി ചെയ്യുമ്പോൾ ആ സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന നികുതി നിരക്ക് അത് കുറച്ചു. അതുപോലെ തന്നെ ക്വാട്ട സിസ്റ്റം വാസ് റിമൂവ്ഡ്. അതായത് എത്രയാണോ എന്നുള്ള രീതിയിൽ ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ എത്ര ഇറക്കുമതി ചെയ്യണം എന്താണെന്നുള്ള ഒരു അളവുണ്ടായിരുന്നു അല്ലേ? അതല്ലേ ക്വാട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. ക്വാട്ട വഴി എന്താണ് ചെയ്തത്? എത്രയാണ് എന്നുള്ളത് ഒരു അളവ് തീരുമാനിക്കുകയാണ് ചെയ്തത് അല്ലേ? എത്രത്തോളം ഇറക്കുമതി ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവുപരമായിട്ടുള്ള നിയന്ത്രണങ്ങളും ഒഴിവാക്കി. അതാണെന്ത്? ക്വാട്ട സിസ്റ്റം. ക്വാട്ട സിസ്റ്റം വാസ് റിമൂവ്ഡ്. ഇമ്പോർട്ട് ലൈസൻസിങ് വാസ് എബോളിഷ്ഡ്. ഇറക്കുമതി അനുമതി പത്രമാണെന്ത്? ഇമ്പോർട്ട് ലൈസൻസിങ്. ഇറക്കുമതി അനുമതി പത്രം, അതായത് ഇമ്പോർട്ട് ലൈസൻസിങ് ഇല്ലാതാക്കി. ഇമ്പോർട്ട് ലൈസൻസിങ് വാസ് എബോളിഷ്ഡ്. പക്ഷേ ഇത് എല്ലാ ഇറക്കുമതിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇറക്കുമതികൾക്ക് ഇറക്കുമതി അനുമതി പത്രം വേണമായിരുന്നു. എന്തെങ്കിലും അപകടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണെങ്കിൽ അതിനൊക്കെ എന്ത് വേണം? ഇറക്കുമതി അനുമതി പത്രം, അതായത് ഇമ്പോർട്ട് ലൈസൻസ് വേണമായിരുന്നു. അതുപോലെ തന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ്ഡ്. കയറ്റുമതി തീരുവയും ഒഴിവാക്കി. ഇത്രയും കാര്യങ്ങളാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസിൽ വരുന്നത്. എന്തൊക്കെയായിരുന്നു ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോംസ്?
Liberalization of trade and investment, tariff rate was reduced, quota system was removed, import licensing was abolished and export duties removed. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ബാക്കി പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും ഒക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്